ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താ തണുപ്പില്ലേ ഇവിടെ കേട്ടോ. എന്ത് തണുപ്പാണെന്നറിയോ? ഇവിടെ പാലക്കാട് ഞങ്ങൾക്ക് ചൂടായ ഭയങ്കര ചൂടും തണുപ്പായ ഒടുക്കത്തെ തണുപ്പാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ നമ്മൾ എങ്ങനെ ചെന്നാൽ അതുപോലെ തണുപ്പാണ്. എനിക്ക് ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നാണെങ്കിൽ അമ്മ ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റ് 9:30 കിടന്നിട്ട് 12 മണിക്ക് എണീറ്റിട്ട് എന്നിട്ട് ഞങ്ങൾ കുളിക്കാനുള്ള പുറപ്പാടാണ്. എനിക്ക് എന്നെ കൊണ്ടാവില്ല കേട്ടോ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മ പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുളിക്ക് വേഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ചായയും കടി എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ കരുതി ഉപ്പുമാവും ചായ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഇഞ്ചിയൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോൾ ചേച്ചി കുളി കഴിഞ്ഞ് വന്നു. എന്നിട്ട് പിന്നെ ചേച്ചിയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഞാൻ ചായ ഉണ്ടാക്കാൻ നിന്നു. എന്ത് തണുപ്പറിയോ എനിക്ക്. എൻ്റെ കാലൊക്കെ വേദനിക്കായിരുന്നു തണുത്തിട്ട്, അത്രയും തണുപ്പ്. കുറേ ഞാനിത് ഗ്യാസിൻ്റെ ഇവിടെ തന്നെ ആയിരുന്നു, കാരണം അത്ര തണുപ്പ്. എനിക്ക് ഈ തീൻ്റെ ഉള്ളിൽ കൈയിടാൻ തോന്നുന്നു, അത്ര തണുപ്പായിരുന്നു. എനിക്ക് എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത് കൊച്ചിയിലൊന്നും അധികം തണുപ്പില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഇതേ ഞാൻ പുതച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വന്നേ മുതൽ ഈ ഒരു പുതപ്പുമ്മ തന്നെയായിരുന്നു. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ശ്വാസം മുട്ടുണ്ടാവും ഈ തണുപ്പായാൽ. അപ്പം ഞാൻ അധികം എന്താ പറയുക പുതച്ചും മുടിയും കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് അമ്മ നേരത്തെ അമ്പലത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ സ്വയന്മാരൊക്കെ നേരത്തെ അമ്പലത്തിൽ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നെയ്യ് ഉരുക്കിയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ അമ്പലത്തിൽ ഉരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നെയ്യ് ഉരുക്കിയിട്ടുണ്ട്, പക്ഷെ അത് ആ പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കൊണ്ടുപോകാറുണ്ട് അമ്മ ആ പാത്രം എടുത്തുന്നത്. അപ്പോൾ ഞാനതിലിങ്ങനെ അത്രയും കൊള്ളുമോ എന്നൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അത് ഉരുക്കിയെടുത്തപ്പോൾ ഒഴിച്ചപ്പോൾ കൊണ്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ കൊണ്ടു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനും ചേച്ചിയും ഈ നെയ്യ് വീട്ടിൽ നിന്ന് ഉരുക്കാതെ പോയിട്ട് അവിടെ പോയിട്ട് എൻ്റെ പൊന്നേ കണ്ണെരിഞ്ഞ് പുകഞ്ഞും കത്തിച്ചിട്ട് ഇത് ഉരുകണേ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഉരുക്കിയപ്പോൾ എത്ര പെട്ടെന്നായി എന്നറിയോ സംഭവം. അവിടെ എത്തിയാലേ പിന്നെ അതുമാത്രമല്ല, നമ്മളിത് ഉരുക്കാനിരിക്കണ കണ്ടാൽ പിന്നെ ബാക്കിയുള്ളവരും കൂടി ഇതിങ്ങനെ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിലേറെ നല്ലത് അവനാൻ്റെ സാധനങ്ങൾ അവനാനിങ്ങനെ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് കൊണ്ടുപോവുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം നേരത്തെ ഞങ്ങൾ എല്ലാം ഉരുക്കി സെറ്റാക്കി ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഒരു തൂക്കുപാത്രത്തിലാക്കി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അമ്മ നേരെ സ്വാമിമാരപ്പം പ്രാർത്ഥിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ പോയപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ അമ്മ അത്രയും സാധനങ്ങൾ ഏറ്റവും കൊണ്ടുപോകണ്ടേ, നടന്നു പോകും കൂടിയല്ലേ. ഞങ്ങൾ പിന്നെ വണ്ടിക്കല്ലേ പോകണത്. ഞങ്ങൾ വണ്ടിക്കല്ല, ഏട്ടൻ വണ്ടിക്ക് ഇതേ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങൾ നടന്നു പോയിട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അമ്മനെ പറഞ്ഞു വെച്ചു. ഇത് സെറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമ്മ മാത്രം പോയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാം ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചോറും കറിയും വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ടാണ് അപ്പം ചത്ത് കടന്ന് ചോറും കറി ഉണ്ടാക്കി. അപ്പോൾ അതിലും ഭേദം ഞങ്ങൾ പോകണതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും റെഡിയായി. എല്ലാവരും റെഡിയായി, ഞാനും ചേച്ചി ഏട്ടനും ഏട്ടത്തി എല്ലാവരും റെഡിയായിട്ട് ഞങ്ങൾ ഉറങ്ങണം കേട്ടോ. അമ്മ 4 മണിക്ക് പോയിട്ട് ഞങ്ങളൊരു 5 മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് പോകണത്. മുന്നിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, ഞങ്ങൾ പുറകിൽ കുറേ ആൾക്കാരുണ്ടായിട്ടോ. അവിടെ എത്തിയപ്പോൾ ഇതേ കണ്ടോ, എല്ലാവരെയും പരിപാടി കഴിഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തുടങ്ങി, കാരണം 10-65 സ്വാമിമാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു 10-11 മണിയാകുമ്പോഴേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു എല്ലാവർക്കും കൂടെ. അപ്പം നേരത്തെ 4 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കെട്ടുനിറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മൻ്റെ കെട്ടുനിറ കഴിഞ്ഞു, ഇനി കെട്ട് മുറുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യത്തെ പോക്കല്ലേ ഇരട്ടെ, ഇതിപ്പോൾ എന്തിനാണ് ആവട്ടോ. അമ്മക്കും ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. പക്ഷെ എന്നാലും എന്തോ അറിയില്ല, ഭയങ്കര സങ്കടം, ഇമോഷണലായിപ്പോയി. പിന്നെ ബസ്സിലായിരുന്നു, ഒരു ബസ്സും ഉണ്ടായിരുന്നു. പിന്നെ എന്താ ട്രാവലർ എന്തോ ആണ് തോന്നുന്നുണ്ട്, അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ നാളികേരമൊക്കെ മുട്ടറുത്തിട്ട് എല്ലാ കാര്യപരിപാടി അതുപോലെ തന്നെ എല്ലാം ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വണ്ടി കയറിയിട്ടാട്ടോ ഈ മുട്ടിറക്കൽ. എന്നിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഈ ബസ്സിലാട്ടമ്മ കയറിയത് ഈ ഒരു വണ്ടിയിലും കൂടി, ഇത് ട്രാവലറിലത് എന്ത് വണ്ടിയാണ് അതെനിക്കറിയാൻ പാടില്ല കേട്ടോ. ഈ ഒരു വണ്ടിയിലും കൂടി ആൾക്കാരുണ്ട്, അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരങ്ങനെ പോവാണ് കേട്ടോ. അമ്മ അപ്പുറത്തെ സൈഡിലായിരുന്നു, നമുക്ക് കാണാൻ പറ്റൂല. കുറേ ടാറ്റൊക്കെ തന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമായി പോകുമ്പോൾ, എന്താ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം തോന്നിക്ക് ആൾക്ക് ഇത്രയും സങ്കടം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം എന്താണെന്നാവോ ഭയങ്കര സങ്കടം, എന്താ അറിയില്ല. അങ്ങനെ ശംഖ് വിളിച്ച് എല്ലാവരും ബസ് കയറി പോയിട്ടോ. ഇനി വരണ വരെ നമുക്കാണ് നോൻപും കാര്യങ്ങളും, അവർക്കൊന്നും അത്ര വലിയ നോൻപുണ്ടാവില്ല. കുളിച്ചാൽ കുളിച്ചു,
കഴിച്ചാൽ കഴിച്ചു അങ്ങനത്തെ ഒരു അവസ്ഥയാവില്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ലപോലെ നോമ്പെടുക്കണം. ഈ പിള്ളേരൊക്കെ ടാറ്റ എന്ന് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ നാട് മൊത്തം പോയി എന്നറിയാം. ഞങ്ങളെ നാട് മൊത്തം ശബരിമലയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് നമ്മുടെ വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ. ഇനി അമ്മ പോയി വരുന്നവരെ നമുക്കിങ്ങനെ ഓരോ വ്ളോഗായിട്ട് കാണാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് തന്നെ കാണുന്നുണ്ട്. കമ്മൽ നല്ല രസമുണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.